കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ സമർത്ഥമായി ഉപയോഗിച്ച പല കാര്യങ്ങളും ഇക്കുറി LDF-ന് അത്ര സാമർഥ്യത്തോടെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറെ മുസ്ലിം വോട്ടുകൾ കിട്ടിയാലായി എന്ന ഒരവസ്ഥയല്ലാതെ മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായ ഒരു ഏകീകരണം അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ, തങ്ങൾക്ക് അനുകൂലമായ ഒരു മനോഭാവത്തിലേക്ക് മുസ്ലിം സമുദായം നിൽക്കുന്നു എന്ന് വിശ്വസിക്കാനോ പ്രതീക്ഷിക്കാനോ ചിന്തിക്കാനോ കഴിയാത്തൊരവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ കൺസോളിഡേഷനും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം മധ്യ തിരുവിതാംകൂറിലെ വിധി നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കുണ്ട്. ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിലും ഈ കുറി LDF-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനോളം പ്രതീക്ഷയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്വപ്നമോ കണ്ടിട്ട് കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത. ഈ യാഥാർത്ഥ്യം, ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യവും ഈ സാമൂഹ്യ യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കൃത്യമായിട്ട് കോൺഗ്രസ് പറയുന്നു, ഞങ്ങൾ കണ്ട കാഴ്ച ഞങ്ങൾക്ക് അനുകൂലമാണ്. ഒരു കൺസോൾട്ടേഷൻ, കൃത്യമായ ഒരു ആവേശം ഞങ്ങൾ കാണുന്നു. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അധികാരത്തിലെത്തും, ഭരണത്തിലെത്തും എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഒറ്റ പോയിന്റ് കൂടി അഡീഷണൽ ആയിട്ടും പറയണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടത് BJP പിടിക്കുന്ന വോട്ടുകൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ ഇറോഷൻ ഉണ്ടാവുന്നത്, വലിയ തോതിൽ ചോർച്ച ഉണ്ടാകുന്നത് പരമ്പരാഗതമായി LDF-ന് വോട്ട് ചെയ്തിരുന്ന സമുദായങ്ങളിൽ നിന്നും LDF-ന് വോട്ട് ചെയ്തിരുന്ന മേഖലകളിൽ നിന്നുമാണ്. ആലപ്പുഴയും തിരുവനന്തപുരവും അടക്കം കേരളത്തിലെ പല LDF മേഖലകളിലും ഇത് വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് ഇത്തവണ BJP കൂടുതൽ പെർസെന്റേജിലേക്ക് അവരുടെ വോട്ട് ഉയർത്തിയാൽ അതിൽ കൂടുതൽ നഷ്ടം വരുന്നത് UDF-നല്ല. കാരണം UDF-ന് അങ്ങനെ ചോർന്നു പോകാൻ ഹിന്ദു വോട്ടുകളുടെ ഒരു ബൾക്ക് കൺസംഷൻ ഇല്ല എന്ന യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് BJP ശക്തി കാണിച്ചാൽ, കൂടുതൽ ശക്തി കാണിച്ചാൽ കൂടുതൽ നഷ്ടമുണ്ടാകുക LDF-നാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യവും അവിടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ജോർജ് പുടിപ്പാറ, അതിനെ ഹിന്ദു വോട്ടുകൾ എന്ന് വർഗീകരിക്കുന്നതിൽ കാര്യമുണ്ടോ? കോൺഗ്രസിന്റെ നിന്ന് BJP-യിലേക്ക് പോകാനുള്ള വോട്ടൊക്കെ പോയി കഴിഞ്ഞു. അത് എന്നേ പോയി കഴിഞ്ഞു എന്നല്ലേ മനസ്സിലാക്കേണ്ടതുള്ളൂ? തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ 1% വരുന്ന ബ്രാഹ്മിൻ വോട്ടുകൾ നമ്മൾ എടുത്തു നോക്കാം. അതിലൊക്കെ അതുപോലെ തന്നെ നായർ വോട്ടുകൾ 13% ഒക്കെ വരുന്ന നായർ വോട്ടുകൾ, ഈ വോട്ടുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ BJP ആദ്യം തന്നെ കടന്നാക്രമണം നടത്തിയതും പിടിച്ചെടുത്തതും, അല്ലെ? നേരെ മറിച്ച് വലിയ മേധാവിത്വം പുലർത്താൻ BJP-ക്ക് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു വളർച്ചയോ അല്ലെങ്കിൽ ഒരു കടന്നു കയറ്റമോ നടത്താൻ കഴിയാതിരുന്ന സമൂഹം എന്ന് പറയുന്നത് ഈഴവ വോട്ടുകളാണ്. പക്ഷെ ആ ഈഴവ വോട്ടുകളിൽ നമ്മൾ കണ്ടത് ഈ പറഞ്ഞ ഏറ്റവും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് ആറ്റിങ്ങൽ മണ്ഡലം എടുത്തു നോക്കുക, ആലപ്പുഴ മണ്ഡലം എടുത്തു നോക്കുക, അങ്ങനെ ഒട്ടേറെ മണ്ഡലങ്ങളിൽ BJP ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഈ പറഞ്ഞ ഈഴവ വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള മണ്ഡലങ്ങളിലാണ്. അതിന്റെ ഏറ്റവും വലിയ നഷ്ടം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ 1 ലക്ഷം വോട്ട് കൂട്ടിയപ്പോ ആ 1 ലക്ഷം വോട്ട് കൃത്യമായി കുറഞ്ഞത് ആരിഫിന്റെ വോട്ടിലാണ്. അവിടെ ജയിച്ചത് KC വേണുഗോപാലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അടുത്ത കാലത്ത് LDF-ന്റെ വോട്ട് ബാങ്ക്, അതുപോലെ തൃശ്ശൂരും നമ്മൾ കണ്ടതാണ്. 7 നിയോജക മണ്ഡലങ്ങളും LDF ഭരിക്കുന്ന അല്ലെങ്കിൽ LDF-ന്റെ MLA-മാരുണ്ടായിരുന്ന തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടായ കോൺഗ്രസ് വോട്ടുകൾ കൊണ്ടാണ് ജയിച്ചത് എന്ന് പറയുമ്പോഴും കണക്കുകൾ പറയുന്നത് 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDF-ന് ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഏതാണ്ട് ആ ഭൂരിപക്ഷ കണക്കെടുത്താൽ അതുകൊണ്ട് 1.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായ 7 നിയോജക മണ്ഡലങ്ങളിലാണ് സുരേഷ് ഗോപി വിജയിച്ചത്. അതെങ്ങനെ സാധിക്കുന്നു? അതെങ്ങനെയാണ് സംഭവിച്ചത്? അപ്പൊ LDF-ന് ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ പോലും ലീഡ് എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത്രത്തോളം LDF വോട്ടുകളിലേക്ക് BJP കടന്നു കയറി. അത്രത്തോളം വലിയ ഇത്തരം സൂചനകൾ LDF-ഉം കാണുന്നുണ്ടെന്നുള്ള ചോദ്യം പ്രസക്തമാണ്.